നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട്. നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീട് പണി നടക്കുകയാണ്, ഇതാ നിങ്ങളുടെ വക ഒരു പാത്രം, ഒരു ഡിന്നർ സെറ്റ് അല്ലെ, ഒരു ക്ലോക്ക്, ഒരു സ്പൂൺ, എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ വല്ല കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കയറി കൊണ്ടുപോയി കൊടുക്കുക. ആയിക്കോട്ടെ, അവനവന്റെ ആപതും തൗഫീഖൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണതെങ്കിൽ പൈസ പോയി. ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ട് നിങ്ങളെ പൈസ പോയി. നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ, എന്തെങ്കിലും വലിയ ചെലവുള്ള സമയമല്ലേ, അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ. എന്താ അവിടെ കുറവുള്ളത്? ഓരോ സാധനങ്ങൾ ചോദിക്കുന്നു, അത് ഞാൻ വാങ്ങിച്ചു തരാം. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്മനസ് തോന്നിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. നിങ്ങളത് ചെയ്യുമ്പോ നാളെ എന്റെ മകന്റെ വീട് പണി നടക്കുമ്പോ പടച്ചോനെ ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നിയ്യത്തോട് കൊടുത്താൽ തീർന്നു. അതൊന്നും ചെയ്യണ്ട, പറ്റൂലേ, ചെയ്യാതിരുന്ന പോരെ. നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലു സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്നത്? ചെറിയ കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം, 2 ഗ്രാം 3 ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നിയ്യത്ത് വേണ്ട എഴുതിച്ചട്ടോ കൊടുത്തണം. നമ്മള് എന്തിന്? അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ. ഇല്ലേ, ആ കുടുംബം തന്നെ തെറ്റും. എന്ത്? ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കൊടുത്തത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടിയല്ല കൊടുത്തത്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അത് ബാക്കിയുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കന്നുകാലികൾ, മൃഗങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന പോലെ അള്ളാഹു നിങ്ങളുടെ ദാനധർമ്മം ജബലോളം, പർവ്വതത്തോളം അള്ളാഹു വളർത്തിത്തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ത്വയ്യിബ്, നല്ലത്, നല്ല ത്വയ്യിബുൻ നഫ്സോടുകൂടെ, നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ, അല്ലെ? ഒരുപാട് മാമൂലുകൾ. കുട്ടികൾക്ക് അഖീഖത്ത് അറക്കൽ സുന്നത്താ. അപ്പൊ എത്ര? 4 പോത്ത് 5 പോത്ത്. എന്തിനാ സംഭവം എന്നറിയോ? ഇതൊക്കെ പറഞ്ഞെടുക്കാൻ. എത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത്, തീർന്നു. ചില ഉമ്മാർക്കും വാപ്പാർക്കും അങ്ങനെ വാശി ഉണ്ടാവും. എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത്. എന്തിന്? അല്ലാഹു ലാ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമൊന്നും അല്ലാഹുക്ക് വേണ്ട. വലാകി യനാലുഹു തഖ്വാ മിൻകും. ഉദ്ഹിയത്തിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട്, ഇത്രയേ അല്ലാഹു നോക്കുന്നുള്ളൂ. ഇറച്ചിന്റെ കണക്കും കിൻഡലൊന്നും അല്ലാഹുക്ക് കേൾക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ, വെറുതെ കാര്യമില്ല. ആൾക്കാരാണെങ്കിൽ ഇറച്ചി എന്നിട്ട് ഫുള്ള് കൊളസ്ട്രോളാ. നാട്ടിൽ മുഴുവൻ സൽക്കാരവും കല്യാണങ്ങളും. ഇന്നലെ ദാറുൽ ഹുദയിലെ ക്ലാസ്സിൽ ഞാൻ പറയായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മഖൂല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ ആകുലുൽ ലഹ്മ ഫി ശഹരി ഇല്ലാ മറ. ഞാൻ മാസത്തിൽ ഒരിക്കലേ മാംസം തിന്നു. ഖുദ്വതൻ ബിസ്വാഹിബൈ, എന്റെ 2 കൂട്ടുകാരായ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുന്നവരും മാസത്തിൽ ഒരു തവണയെ മാംസം കഴിച്ചിരുന്നുള്ളൂ. ഞാനും അങ്ങനെയേ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാൻ നടക്കൂലല്ലേ? എത്ര കല്യാണം ഉണ്ടാവും ഒരു മാസം തന്നെ? അപ്പൊ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കഴിക്കാതെ വേറെ വിശക്കുന്നോ കഴിച്ചു പോയിക്കോട്ടെ, ആവശ്യത്തിന് കഴിച്ചാൽ പോരെ. മാംസം കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോവാണ്, അസുഖങ്ങൾ വന്നു വിടുകയാണ്. പുണ്യ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്നാണ്. 2 മെയിൻ കോഴ്സ് ഭക്ഷണം, മുഴുവനായി വലിയ ഒരു ഭക്ഷണം നമ്മൾ ഉച്ച കഴിക്കുന്നു, അതുപോലെ രാത്രിയും കഴിക്കുന്നു. ഹത്താ ലഹഖ ബില്ലാഹ്. ഹഫ്സ ബീവിയോട് ചോദിക്കുകയാണ്, ഹഫ്സ ബീവി, നീ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മോളല്ലേ മോളെ? റസൂലുള്ളാഹിന്റെ വീട്ടിലല്ലേ നീ ജീവിച്ചത്? നിന്റെ ഭർത്താവ് എന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹൽ ജമഅ ബൈന അശാഇൻ വഗദാ ഹത്താ ലഹഖ ബില്ലാഹ്. ഹബീബ് വഫാത്താകുന്നവരെ രാത്രിയിലും ഉച്ചക്കും 2 നേരം നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ലാ യാ അബതി ഇല്ല ഉപ്പ. അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കുകയാണോ? രാത്രി വളരെ കുറച്ച് മതി, വളരെ ചെറുത് മതി. ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ, എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ, കുഴപ്പമില്ല. നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും, നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് 2 കിൻഡലും 3 കിൻഡലും ഒക്കെ ഇറച്ചി വാരി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത്
നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്തോളൂ. പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ, അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചു വിട്ട വീട്ടുകാർക്ക് ബോധം വെളുത്തെ, അല്ലെങ്കിൽ അവരൊന്ന് ഞെട്ടട്ടെ, ഇതൊന്നും ചെയ്യണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ വൃഥാവിലാണ്, പൈസ നഷ്ടമാവാണ്, ആഖിറത്തിലേക്ക് കിട്ടൂല. മൻ തസദ്ദഖ ബിസദഖ, നിങ്ങളൊരു ദാനം ചെയ്തു. നമ്മുടെ മദ്രസക്ക് നല്ല ചെലവ് വരുന്ന സമയമാണ്, കെട്ടിട നിർമ്മാണങ്ങൾക്കും കൂലിക്കൊക്കെ ഭയങ്കരമാണ്, നമുക്കറിയാലോ. അതിനുവേണ്ടി കാര്യമായ സഹായം നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. ലിസ്റ്റ് വായിക്കണമെന്ന് ഒരിക്കലും മനസ്സിൽ പോലും വരല്ലേ. ഞാൻ കൊടുത്ത 10 ലക്ഷം അല്ലെങ്കിൽ ഞാൻ കൊടുത്ത 5 ലക്ഷം, അതോടെ മേലെ തന്നെ എഴുതണം, എന്റെ പേര് വായിക്കണം സ്റ്റേജില്. കഴിഞ്ഞു, ആ പൈസ പോയി. മദ്രസന്റെ പണിയെടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ നാളെ എനിക്ക് ഖബറിൽ ഇതൊരു തണലായി അള്ളാഹു മാറ്റിത്തരണം, എനിക്കൊരു റഹ്മത്തായി നാളെ കിട്ടണം, എന്റെ മക്കൾക്കും കുടുംബത്തിനും തലമുറക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. അള്ളാഹുവേ, നിന്റെ വജ്ഹിന് വേണ്ടി നീ തന്നത് ഞാൻ നൽകുകയാണ്, അതിന് കൂലിയുണ്ട്. കുല്ലുംറിഇൻ തഹ്ത ദില്ലി സ്വദഖതിഹി യൗമിൽ ഖിയാമ, ഓരോരുത്തരും ചെയ്ത സ്വദഖയുടെ തണലിലാണ് നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം